സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നൽകുന്ന സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവ് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന എൻ്റെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ രേഖപ്പെടുത്തുകയും അതിലേക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ പ്രാർത്ഥനാ അപേക്ഷകളും അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഞാനും എൻ്റെ പ്രാർത്ഥനാ ടീമും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നവരാണ്. അതുപോലെ തന്നെ എനിക്ക് മെയിൽ അയച്ചുകൊണ്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെയുള്ളതായ അഭിപ്രായങ്ങളും ദയവ് ചെയ്ത് എന്നെ അറിയിക്കണമെന്നും ഞാൻ ഇപ്പോൾ അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് തിരിയാം. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ്: വിശ്വാസം അത് നമ്മുടെ ബന്ധനങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നു. വിശ്വാസം നമ്മുടെ ബന്ധനങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുന്നു: വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആരംഭിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ സന്ദർഭമാണിത്. മോശ ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ കയ്യിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്നതായ സന്ദർഭം നമുക്കറിയാം. ഫറവോൻ അവരെ വിടാതിരുന്ന സമയത്ത് ദൈവം 10 ബാധകളെ അയച്ചു. അതിൽ ഒരു ബാധയായിരുന്നു മരണദൂതൻ. ദൈവം മോശയോട് ഇങ്ങനെ കൽപ്പിച്ചു: ഒരു കുഞ്ഞാടിനെ നീ അറുക്കുക. അതിനുശേഷം അതിൻ്റെ രക്തമെടുത്ത് എല്ലാ ഇസ്രായേൽ മക്കളുടെയും വീടിൻ്റെ വാതിൽ പടിമേൽ തളിക്കുക. മോശ അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ മരണദൂതൻ കടന്നു വന്നപ്പോൾ എല്ലാ വീടുകളുടെ മുൻപിൽ കൂടി ചെല്ലുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെട്ടിട്ടില്ലാത്തതായ വീടുകളിൽ കടന്നിട്ട് അവിടെയുള്ള കടിഞ്ഞൂലുകളെ കൊല്ലുവാനിടയായി. ഇവിടെ എന്താണ് കാണാൻ കഴിയുന്നത്? മോശ വിശ്വാസത്തിൽ കൂടി ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ തന്നെ കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് വാതിൽ പടികളിന്മേൽ തളിച്ചു. അവർ അങ്ങനെ ചെയ്തത് നിമിത്തമായിട്ട് വളരെ അപകടം നിറഞ്ഞതായ ആ മരണദൂതൻ്റെ പിടിയിൽ നിന്നും ഇസ്രായേൽ ജനത്തിന് അതുപോലെ മോശയ്ക്ക് വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് അനുഭവവേദ്യമാക്കാം? പഴയ നിയമ പുസ്തകത്തിലെ ഈ വാക്യം ധ്യാനിച്ചതിന് ശേഷം നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കാം. പുതിയ നിയമം എന്നത് പഴയ നിയമ പുസ്തകത്തിൻ്റെ വാക്യത്തിൻ്റെ പൂർത്തീകരണമാണ്. ആരും പഴയ നിയമ പുസ്തകത്തിലെ വാക്യം വായിച്ച് അവിടെ തന്നെ നിന്നു പോകരുത്. അതിനുശേഷം പുതിയ നിയമത്തിലേക്ക് കടന്നു വന്ന് പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ആ വചനത്തെ ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. എന്താണ് കാണുന്നത്? യേശുക്രിസ്തു നമുക്ക് എല്ലാവർക്കും വേണ്ടി അറുക്കപ്പെട്ട, കാൽവരി ക്രൂശിൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുന്നു: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്നു നിങ്ങൾ അറിയുന്നുവല്ലോ. ശ്രദ്ധിക്കുക. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിനെ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് യാഗമായിട്ട് അർപ്പിക്കുന്നത് കാണാൻ കഴിയും. യേശു കർത്താവ് നമുക്ക് വേണ്ടി രക്തത്തെ ചൊരിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് വളരെ ആഴമായ രീതിയിലുള്ള അർത്ഥങ്ങൾ കാണുവാനായിട്ട് കഴിയും. അതിലൊന്നാണ് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടിയുള്ളതായ നമ്മുടെ വിടുതൽ. യേശുവിൻ്റെ ക്രൂശിൽ കൂടിയുള്ളതായ നമ്മുടെ വിടുതൽ. ക്രൂശിൻ്റെ ശക്തിയാലുള്ളതായ നമ്മുടെ വിടുതൽ. യെസ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യേശുവിൽ കൂടി ഒരുപാട് വിടുതലുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ളതായ ബന്ധനങ്ങൾ ഉണ്ടായേക്കാം. അത് നമ്മെ പിടിക്കുന്നു, നമ്മെ മുക്കുവാൻ ശ്രമിക്കുന്നു, നമ്മെ പിന്മാറ്റാൻ നോക്കുന്നു. ഞാൻ ചില ബന്ധനങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാം. ഒരുപക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് അത്ര ഗൗരവമായിട്ട് ചിന്തിക്കുന്നില്ലായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ വിവാഹ ജീവിതത്തിലെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയം വെളിയിൽ വരാൻ കഴിയാത്തതുമായ ബന്ധനം ഏതാണ്? എങ്ങനെ നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയും? വിശ്വാസത്തിൽ കൂടി, മോശ ചെയ്തതുപോലെ. ഇന്ന് ഞാൻ ഈ സന്ദേശത്തിൽ കൂടി 3
വ്യത്യസ്ത രീതിയിലുള്ളതായ ബന്ധനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള വിശ്വാസ തലങ്ങളിൽ കൂടി ഇവയിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും ദൈവത്തിൽ വിശ്വാസം ഉണ്ട്. എന്നാൽ ഇതിന് ചില ശ്രേഷ്ഠതകൾ ഉണ്ട്. കഴിഞ്ഞ സന്ദേശത്തിൽ വിശ്വാസത്തിൻ്റെ 3 ശ്രേഷ്ഠതകൾ ഞാൻ പങ്കുവച്ചു. അതുപോലെ ഈ സന്ദേശത്തിൽ കൂടി മറ്റ് 3 ശ്രേഷ്ഠമായ വിശ്വാസ തലങ്ങളെക്കുറിച്ച് ഞാൻ പങ്കുവയ്ക്കുകയാണ്. അത് നമുക്ക് അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി തന്നിരിക്കുന്നതാണ്. വിശ്വാസത്തിൽ കൂടി നീണ്ടു നിൽക്കുന്നതായ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ വിടുതൽ, അതാണ് നമ്മുടെ ഒന്നാമത്തെ ബന്ധനം. നീണ്ടു നിൽക്കുന്ന ബന്ധനത്തിൽ നിന്ന് വിശ്വാസത്തിൽ കൂടിയുള്ളതായ വിടുതൽ. മത്തായിയുടെ സുവിശേഷം 9:20 വാക്യം. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളൊരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. ഈ സ്ത്രീക്ക് വളരെ കാലമായി നീണ്ടു നിൽക്കുന്നതായ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അവൾ 12 വർഷമായിട്ട് രക്തസ്രാവം എന്ന രോഗം അനുഭവിച്ചു കൊണ്ടിരുന്നു. ഒരുപാട് വൈദ്യന്മാരെ അവൾ കണ്ടു, ഒരുപാട് പണം അവൾ ചിലവിട്ടു. അവൾക്കുള്ളതെല്ലാം അവൾ വിറ്റിട്ടും അവളുടെ രോഗത്തിനൊരു ശമനവും ഉണ്ടായില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകും തോറും എന്താണ് സംഭവിച്ചത്? അവളുടെ ആ പ്രശ്നം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. നമുക്കറിയാം, രക്തം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ, ഒരു രോഗം. ഈ സ്ത്രീയെക്കുറിച്ച് നോക്കുമ്പോൾ 12 വർഷമായി ഈ രക്തസ്രാവം എന്ന രോഗത്താൽ ഭാരപ്പെടുകയാണ്. അവൾ ബലഹീനയായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ സ്ത്രീ എന്താണ് അവൾ ഉള്ളം കൊണ്ട് പറയുന്നത്? യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം ലഭിക്കും. അവളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതത്തിൻ്റെ കാരണമായിരുന്നത് എന്താണ്? അവൾക്കുണ്ടായിരുന്ന ഈ അത്ഭുതകരമായ ഒരു വിശ്വാസം ആയിരുന്നു. നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ കാലമായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പല പല പ്രശ്നങ്ങളും നമുക്കുണ്ട്. നമ്മൾ പലപ്പോഴും അനുഭവിച്ച് കൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങൾ, അത് നമ്മെ വിട്ട് അകന്നു പോകുന്നതേയില്ല. ഒന്നിനുമീതെ ഒന്നായിട്ട് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ, വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ പല പ്രശ്നങ്ങളും നമ്മെ വേട്ടയാടാറുണ്ട്. നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ, വിവാഹ ബന്ധങ്ങൾ, പല ബന്ധങ്ങളിലും നാളുകളായിട്ട് നീണ്ടു നിൽക്കുന്നതായ സ്വരച്ചേർച്ചയില്ലായ്മ, പ്രശ്നങ്ങൾ, പിണക്കങ്ങൾ, തർക്കങ്ങൾ അങ്ങനെ പോകുന്നു. അതുപോലെ ചിലരെ സംബന്ധിച്ച് അവർക്കുണ്ടായിരിക്കുന്ന രോഗമാണ് നാളുകളായി വിടുതൽ പ്രാപിക്കാൻ കഴിയാത്തതായ രോഗം. നമുക്കെന്താണ് വേണ്ടത്? നമുക്ക് ആ സ്ത്രീക്കുണ്ടായിരുന്ന അതേപോലെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അവൾ എന്തു ചെയ്തു? അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്നതായ പാപങ്ങളും ബലഹീനതകളുമുണ്ട്. വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ നിങ്ങൾക്ക് കഴിയുന്നില്ല. അതൊരു പക്ഷേ ദുർനടപ്പായിരിക്കാം, മദ്യപാനമായിരിക്കാം, പുകവലിയായിരിക്കാം, ലഹരിയുടെ ഉപയോഗമായിരിക്കാം, അസൂയയായിരിക്കാം, അങ്ങനെ പോകുന്നു. അങ്ങനെ അത് മുൻപോട്ട് നീണ്ടു നിൽക്കുന്നു. ഇത് എങ്ങനെയുള്ള വിശ്വാസമാണ് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ വേണ്ടത്? ചിലരെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ളതായ പോരാട്ടങ്ങളായിരിക്കും, യുദ്ധങ്ങളായിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റുള്ളവരെ സംബന്ധിച്ച് മക്കളെക്കുറിച്ചുള്ളതായ പ്രശ്നമായിരിക്കാം. നാളുകളായി അവർ അനുഭവിക്കുന്നു, അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എന്നാൽ അതിൻ്റെ ഫലമായിട്ട് അവർക്കൊരു വിടുതൽ അനുഭവിക്കുവാനോ ഒരു മാറ്റം കാണുവാനായിട്ടോ കഴിയുന്നില്ല. മറ്റു പലരെ സംബന്ധിച്ച് ആത്മീയപരമായിട്ടുള്ള പ്രശ്നമായിരിക്കും. ആത്മീയതയിൽ വളരുവാൻ ആഗ്രഹമുണ്ടായിരിക്കും, പക്ഷേ അവർക്കതിന് കഴിയുന്നില്ലായിരിക്കും. അതുപോലെ മറ്റു ചില കുടുംബങ്ങളെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൽ തന്നെ രക്ഷിക്കപ്പെടാത്ത ആളുകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, എന്നാൽ അവർ ഇപ്പോഴും രക്ഷിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ മറ്റു ചില ആളുകളെ സംബന്ധിച്ച് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വളരെ കാലമായിട്ട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഒരു വിടുതലുമില്ല. ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതായ ആ ഒരു പ്രശ്നം എന്താണ്? നാളുകളായിട്ട് നിങ്ങൾ ശ്രമങ്ങൾ നടത്തിയിട്ടും നിങ്ങൾക്ക് വിടുതൽ ലഭിക്കാതിരിക്കുന്നതായ ആ പ്രശ്നം എന്താണ്? അതിനുവേണ്ടി നമ്മൾ എന്തു ചെയ്യണം? ആ സ്ത്രീ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മളും ചെയ്യേണ്ടത് ആവശ്യമാണ്. എങ്ങനെയുള്ള ഒരു വിശ്വാസമാണ് അവൾ പ്രദർശിപ്പിച്ചത്? സുഹൃത്തുക്കളെ, അവൾ പ്രദർശിപ്പിച്ചത് ഒരു
കീഴടങ്ങുന്നതായ, സമർപ്പിക്കുന്നതായ വിശ്വാസമായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 5:33 വാക്യം വായിക്കുകയാണ്. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വീണ് വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൾ യേശുവിൻ്റെ മുൻപിലേക്ക് വന്ന് അവൻ്റെ മുൻപിൽ വീണു, പൂർണ്ണമായി സമർപ്പിച്ചു. അതിൻ്റെ ഗ്രീക്ക് വേർഡ് പ്രോസ്കെനാവോ എന്നാണ്. അതിൻ്റെ അർത്ഥം പരിപൂർണമായ, പൂർണ്ണമായ സമർപ്പണമെന്നാണ്. അവൾ തൻ്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചു. അതിനുശേഷം യേശു കർത്താവ് എന്താണ് പറയുന്നത്? 34 വാക്യം. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും ശക്തി അവളുടെ ശരീരത്തിലേക്ക് പുറപ്പെട്ടു വന്നു. അവൾക്ക് അത്ഭുതകരമായ ഒരു വിടുതൽ ലഭിക്കാനിടയായി. എന്നാൽ എന്തുകൊണ്ടാണ് അവൾ യേശുവിൻ്റെ അടുക്കൽ നിന്നും അപ്പോൾ മാറിയത്? കാരണം ആ സൗഖ്യം പൂർണ്ണമായിരുന്നില്ല. എന്നാൽ അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പൂർണ്ണമായിട്ടും സമർപ്പിച്ചതിന് ശേഷമാണ് അവൾക്ക് ആ സൗഖ്യം പൂർണ്ണമായി കിട്ടിയത്. യേശു പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ ബാധയൊഴിഞ്ഞ് പൊയ്ക്കൊള്ളുക. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും വളരെ നാളുകളായിട്ട് നമ്മെ വേട്ടയാടുന്ന, നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതായ പല തരത്തിലുള്ളതായ പ്രശ്നങ്ങളും ഉണ്ട്. എന്നാൽ എങ്ങനെയുള്ളൊരു വിശ്വാസമാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കേണ്ടത്? ഈ സ്ത്രീയെപ്പോലെ സമർപ്പിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. വായിക്കാം. ആവർത്തന പുസ്തകം 11 അധ്യായം 27-28 വാക്യങ്ങൾ. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നു എങ്കിൽ ശാപവും വരും. ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയാണെങ്കിൽ, നിങ്ങൾ എൻ്റെ കൽപ്പനകൾക്ക് കീഴടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകും, നിങ്ങൾക്കൊരു വിടുതലുണ്ടാകും. എന്നാൽ നിങ്ങൾ എൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ശാപമുണ്ടാകും, നിങ്ങൾക്ക് ആ വിടുതൽ സാധ്യമാവുകയില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾ ഗൗരവമായിട്ടെടുക്കണം. ബൈബിളിൽ മനോഹരമായിരിക്കുന്നതായ ഒരുപാട് ദൈവത്തിൻ്റെ കൽപ്പനകൾ കാണാൻ കഴിയും. എന്നാൽ നമുക്ക് അവയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നിവർത്തിക്കുവാനായിട്ട് കഴിയില്ല. എന്നാൽ നമ്മൾ അവയെ ഓരോന്നോരോന്ന് അനുസരിക്കുവാനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. കർത്താവ് തന്നിരിക്കുന്നതായ കൽപ്പനകൾ നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കർത്താവിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതിനായിട്ട് പറയുന്നു. നമ്മൾ ഈ കൽപ്പനകൾ അനുസരിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പണത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി, അതുപോലെ പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാളുകളായി നമ്മൾ അനുഭവിക്കുന്നതായ ബന്ധനത്തിൽ നിന്ന് നമുക്ക് ദൈവം വിടുതൽ നൽകും. അടുത്തത് രണ്ടാമത്തെ വിടുതലിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആ ഏത് ബന്ധനത്തെ സംബന്ധിച്ചുള്ള വിടുതലാണ്? അതിതാണ് അന്ധതയിൽ നിന്ന് നമുക്ക് വിശ്വാസത്തിൽ കൂടി ലഭിക്കുന്ന വിടുതൽ. വിശ്വാസത്തിൽ കൂടി അന്ധതയിൽ നിന്നും ലഭിക്കുന്നതായ വിടുതൽ. മർക്കോസിന്റെ സുവിശേഷം 10:51 വാക്യം ഞാൻ വായിക്കുന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. നോക്കൂ, എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. നമുക്കറിയാം ഈ മനുഷ്യൻ ആരാണെന്ന്. ബർത്തിമായി. അവനൊരു അന്ധനായ മനുഷ്യൻ ആയിരുന്നു. യേശു അവന് അത്ഭുതകരമായിട്ട് സൗഖ്യം കൊടുത്തു. അവന് കാഴ്ച ലഭിച്ചതിന് ശേഷം യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? 52 വാക്യത്തിൽ കാണുന്നു, യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. എങ്ങനെയുള്ള വിശ്വാസമാണത്? വളരെ മനോഹരമായ, ശ്രേഷ്ഠമായ ഒരു വിഷയം നമുക്കവിടെ കാണാൻ കഴിയും. സുഹൃത്തുക്കളെ,
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അന്ധത ബാധിച്ചതായ, ഭൗതികമായി അന്ധത ബാധിച്ച അവസ്ഥയുണ്ടായിരിക്കാം. തീർച്ചയായും കർത്താവ് അവർക്ക് പരിപൂർണ വിടുതൽ നൽകുമാറാകട്ടെ. എന്നാൽ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അങ്ങനെയുള്ള ഒരു അന്ധതയെക്കുറിച്ചല്ല. പലതരത്തിലുള്ളതായ അന്ധത നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അതൊരു ബന്ധനമായി മാറിയിട്ടുണ്ട്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൽ പലരുടെയും അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർ ശൈശവത്തിൽ തന്നെ തുടരുന്നവരുണ്ട്. അവരുടെ വിശ്വാസം എന്നത് വളരെ ബലഹീനമാണ്, ശിശുവായിരിക്കുന്ന അവസ്ഥയിലാണ്. വളരുവാൻ കഴിയാത്ത തരത്തിലുള്ളതായ ആത്മീയത. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായി ആഴമായുള്ള ഒരു ബന്ധത്തിൽ കൂടി മാത്രമേ നമ്മുടെ ശൈശവത്തിൽ ഉണ്ടായിരിക്കുന്നതായ ഈ ആത്മീയ ജീവിതത്തിനൊരു വളർച്ചയുണ്ടായി ദൈവത്തിൽ നിന്നും അത്ഭുതകരമായ വിടുതലുകൾ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചിലരുടെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ പാപത്താൽ അവർ അന്ധരായിരിക്കും. മറ്റുള്ള ആളുകൾ പറയും നിങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നത്. എന്നാൽ അവരത് സമ്മതിച്ചു കൊടുക്കുകയില്ല. അവരുടെ കാഴ്ചയിൽ അവരുടെ പാപത്തെ അവർക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. മറ്റുള്ള ആളുകൾ പറയുന്നത് അംഗീകരിക്കുവാൻ കഴിയില്ല. അവർ തർക്കിക്കും, നിങ്ങളാണ് തെറ്റെന്ന് പറയും. അത് ശരിയല്ല. പലപ്പോഴും പലരുടെ ജീവിതത്തിലുമുള്ളതായ പാപങ്ങൾ അവരുടെ അന്ധത മുഖാന്തരമായിട്ട് അവർക്കത് കാണുവാനായിട്ട് കഴിയില്ല. അതവർക്ക് സമ്മതിക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പിന്നീട് വലിയ വലിയ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഉണ്ടാകാനിടയുണ്ട്. അടുത്ത ഒരു അന്ധതയാണ് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് മനസ്സിലാകാത്തത്. ഈ കാലത്ത് ഞാൻ വേദനയോടെയാണ് പറയുന്നത്, വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നതായ ദൈവവേല ചെയ്യുന്നത്. ഇന്ന് പലരും ചെയ്യുന്നതായ ദൈവത്തിൻ്റെ ശുശ്രൂഷ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളത് അല്ല. പലരും ചെയ്യുന്നതായ മിനിസ്ട്രി സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ്, സ്വയം കാര്യങ്ങൾ നേടാനായി. അതുപോലെ പേരും പ്രശസ്തിയും പണവും ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ളവരുടെ അന്ധത മാറേണ്ടതുണ്ട്. അവരുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമാണ്, പല ആളുകളും അവരുടെ കുടുംബത്തിലുള്ളതായ ആളുകളുടെ ആവശ്യങ്ങളെക്കുറിച്ച് അന്ധരാണ്. മറ്റ് പലതിനെക്കുറിച്ചും അവർ ചിന്തിക്കും, എന്നാൽ കുടുംബത്തെ കാര്യങ്ങൾ അത്രത്തോളം ശ്രദ്ധിക്കില്ല. ഭാര്യയും ഭർത്താവുമായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കാം. അവർക്ക് പലതിനും സമയമുണ്ടെന്നാൽ കുടുംബത്തെ കാര്യം നോക്കാനോ പരസ്പരം സംസാരിക്കാനോ സമയമില്ല. ഇത് വലിയൊരു അന്ധതയുടെ അവസ്ഥയാണ്. ഓർക്കുക, കുടുംബമെന്നത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്. നമ്മളതിനായി സമയത്തെ ചിലവഴിക്കണം. നമ്മൾ പരസ്പരം കരുതേണ്ടതാണ്. നമ്മൾ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി കുടുംബത്തിൽ സമയത്തെ ചിലവഴിക്കണം. നമ്മൾ അവിടെയാണ് ദൈവരാജ്യം അനുഭവിക്കുന്നത്. എന്നാൽ നമ്മൾ പരസ്പരം പരിഗണന കൊടുക്കാതെ ജീവിക്കുകയാണെങ്കിൽ അതൊരു ഓർഫനേജിന് തുല്യമായിട്ട് മാറുകയാണ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. അതുപോലെ തന്നെ നമുക്കുള്ള മറ്റൊരു അന്ധത ഇതാണ്, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളല്ല, പുറത്തുള്ളവരായ ആളുകളുടെ ആവശ്യങ്ങളെ കാണാതിരിക്കുക. നമ്മുടെ സഭക്കാരെ, നമ്മുടെ സ്നേഹിതരെ, അതുപോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം കാണാൻ കഴിയാത്തതായ അന്ധത, അങ്ങനെ പലതരത്തിലുള്ളതായ അന്ധത. ഈ മനുഷ്യനെ നോക്കുമ്പോൾ അന്ധത കാരണം അവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അവൻ ഭിക്ഷക്കാരനായി മാറാനിടയായി. അവന് ദാരിദ്ര്യം നിറഞ്ഞതായ ഒരു ജീവിതം അനുഭവിക്കേണ്ടി വന്നു. ഒന്നുമില്ലാത്തതായ അവസ്ഥ, എപ്പോഴും മറ്റുള്ളവരോട് ചോദിക്കേണ്ടതായിരിക്കുന്ന ഒരു അവസ്ഥ. നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഉണ്ടായിരിക്കുന്നതായ ഒരു അന്ധത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നതായ ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളുമൊക്കെ നമുക്ക് നഷ്ടമാകാനിടയുണ്ട്. അതുപോലെ ഈ അന്ധതയിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വേദനയും ദുഃഖവുമൊക്കെ അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ വിഷയത്തിലേക്ക് നമുക്ക് വരാം. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള വിശ്വാസമാണ്? 10-ാം അധ്യായം 47-ാമത്തെ വാക്യം. നസറേയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് തുടങ്ങി. എങ്ങനെയുള്ള വിശ്വാസമാണ്? ദൈവത്തിൻ്റെ കരുണ അന്വേഷിക്കുന്നതായ ഒരു വിശ്വാസം. വിശ്വാസം എല്ലായ്പ്പോഴും ദൈവത്തിലുള്ളതായ കരുണയെ അന്വേഷിക്കുമ്പോഴാണ് ലഭിക്കുന്നത്.
നമുക്കറിയാം, ചില ആളുകൾ ദൈവത്തോട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയാറുണ്ട്. കൽപ്പന പോലെ അവർ പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നാം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ എപ്പോഴും താഴ്മയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. നമുക്കറിയാം, ആ ടാക്സ് കളക്ടറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, കർത്താവെ, ഞാൻ നിന്റെ മുൻപിൽ കടന്നു വരുവാൻ യോഗ്യനായ മനുഷ്യനല്ല, ഒരു യോഗ്യതയും എനിക്കില്ലെന്ന്. സുഹൃത്തുക്കളെ, ഇവിടെ എന്താണിത് നമ്മോട് പറയുന്നത്? നമ്മോട് പറയുന്നത് ഇതാണ്: നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യതയുള്ളവർ അല്ലായിരുന്നു. നമ്മൾ എത്ര വലിയവരാണെങ്കിലും, എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും, എത്ര കഴിവുള്ളവരാണെങ്കിലും, എത്ര പണമുള്ളവരാണെങ്കിലും നമ്മൾ ദൈവം മുൻപിൽ നിൽക്കുവാൻ യോഗ്യതയുള്ളവരല്ല. നമ്മളെല്ലാവരും പറയേണ്ടത് എന്താണ്? കർത്താവ്, എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ കരുണ കാണിച്ച് നീണ്ടു നിൽക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. കരുണ എൻ്റെ ജീവിതത്തിൽ കാണിച്ച് നീ എന്നെ നിർത്തുമാറാകണമേ. എത്ര അത്ഭുതകരമായ വചനമാണ്! ഈ വചനം നോക്കാം. സദൃശവാക്യങ്ങൾ 28:13. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നാം ഒരിക്കലും ദൈവത്തിൻ്റെ മുൻപാകെ ഒന്നും തന്നെ മറയ്ക്കുവാൻ പാടില്ല. നമ്മൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലും ആളുകളുടെ മുൻപിലും ഒരു തുറന്ന പുസ്തകം പോലെ ആയിരിക്കണം. നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഏറ്റുപറയുന്നവരായിരിക്കണം. കർത്താവിനോട് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരായിരിക്കണം, ഏറ്റുപറയുന്നവരായിരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകും. മാനസാന്തരം. അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അന്ധതകളെയും മാറ്റി അത്ഭുതകരമായ ഒരു വിടുതൽ നമുക്കും നമ്മുടെ കുടുംബത്തിലും കർത്താവ് നൽകുവാനിടയാകും. അത്ഭുതകരമായ വിടുതൽ. അടുത്ത വിഷയത്തിലേക്ക് പോകാം. അസ്ഥിരതയുടെ നടുവിൽ സ്ഥിരത നൽകുന്നതായ ഒരു വിശ്വാസം. മർക്കോസിന്റെ സുവിശേഷം 4:39 ഞാൻ വായിക്കുന്നു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. ഇവിടുത്തെ സന്ദർഭം എന്താണ്? യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും കൂടിയൊരു പടകിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ വലിയ ഒരു കൊടുങ്കാറ്റടിക്കുവാനിടയായി. കടലിലെ തിരമാലകൾ അടിച്ചുയർന്നു, വള്ളം മുങ്ങുവാൻ തുടങ്ങുമാറ് തിരകൾ പൊങ്ങാനിടയായി. എല്ലാവരും ഭയപ്പെടുവാനിടയായി. അപ്പോൾ അവിടെ വലിയൊരു അസ്ഥിരത ഉണ്ടാവുകയാണ്. ആ ബോട്ടിന് മാത്രമല്ല, ആ ബോട്ടിലിരിക്കുന്ന ആളുകളുടെ ജീവനും അപകടത്തിലായിരിക്കുകയാണ്. തന്മൂലം ശിഷ്യന്മാർക്ക് എല്ലാം വലിയ ഭയവും പരിഭ്രാന്തിയും വലിയ മരണഭീതിയും ഉണ്ടാകുവാൻ ഇടയായി. ഇപ്പോൾ യേശു കർത്താവ് എപ്പോഴാണ് കടലിനെയും കാറ്റിനെയും ശാസിച്ചത്? യേശു ശിഷ്യന്മാരിൽ നിന്നും ആഗ്രഹിച്ചതായ വിശ്വാസം അത് എങ്ങനെയുള്ളതായിരുന്നു? ഞാൻ പറയാം. എന്നാൽ ആദ്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കണം. നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും നമുക്ക് സ്ഥിരതയുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ, ചില മേഖലകളിൽ ഇപ്പോഴും നമുക്ക് അസ്ഥിരതയാണ് വെളിപ്പെടുന്നത്. അത് നമ്മെ പിടിച്ചു കുലുക്കും. ഒരുപക്ഷെ നമ്മുടെ ബന്ധങ്ങളിൽ ആയിരിക്കാം. എപ്പോഴും പിണക്കവും വഴക്കും കലഹവുമൊക്കെ ഉണ്ടാകുന്നു. സ്വാർത്ഥമായ വിചാരങ്ങൾ, പരസ്പരം മനസ്സിലാക്കാത്തതായ രീതി, വിവാഹബന്ധങ്ങളിലെ അസ്ഥിരത, അതുപോലെ തന്നെ അവരുടെ ധാർമ്മികമായ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അധാർമികത അവർക്കുണ്ടാകുന്നു. ഏതെങ്കിലും ഒരു പാപത്തിൽ അവർ അകപ്പെട്ട് പോവുകയാണ്. തന്മൂലം എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ആത്മീയപരമായ ജീവിതത്തിൽ കുലുക്കം സംഭവിക്കുന്നു, അസ്ഥിരതയുണ്ടാകുന്നു. ചില ആളുകളെ നോക്കുമ്പോൾ ആത്മീയമായിട്ട് ഉയർന്നു വരുന്നത് കാണാം. എന്നാൽ പെട്ടെന്നവർ അസ്ഥിരരായിട്ട് കുലുങ്ങി താഴേക്ക് വീഴുന്നത് കാണാം. അവരുടെ ആത്മീയ ജീവിതത്തിന് കുലുക്കം സംഭവിക്കുന്നു. അതുപോലെ നമ്മുടെ പല സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ജോലിയെ സംബന്ധിച്ച്, നമ്മുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, ബിസിനസ്സിനെ സംബന്ധിച്ച്. അതുപോലെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ സ്ഥിരത കാണുകയില്ല. പലപ്പോഴും നമുക്കൊരു സമാധാനം കാണുകയില്ല.
നമ്മുടെ ഉള്ളിൽ പലപ്പോഴും അസ്ഥിരതയും സമാധാനമില്ലായ്മയും ആകുലതയും നിരാശയും ടെൻഷനും വേദനയും ദുഃഖവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് പലപ്പോഴും സ്വസ്ഥത കാണില്ല, ഒരു സ്ഥിരത കാണുകയില്ല. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എങ്ങനെയുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്? സുഹൃത്തുക്കളെ, യേശുക്രിസ്തു പറയുന്നുണ്ട് എങ്ങനെയുള്ള വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് 40-ാമത്തെ വാക്യത്തിൽ. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, യേശു പറയുന്നതായ വിശ്വാസമെന്നത് ആശ്രയിക്കുന്ന ഒരു വിശ്വാസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ എന്നിൽ ആശ്രയിക്കുക. ആരാണ് ഈ ബോട്ടിൽ ആയിരിക്കുന്നത്? ഞാനിവിടെയുണ്ട്. ഞാൻ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു. നിങ്ങളതുകൊണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല. എന്നെ ആശ്രയിച്ചാൽ മതിയായിരുന്നു. എത്ര വലിയ ആശ്വാസമാണത്! ആശ്രയത്തിൽ കൂടി നമുക്ക് സ്ഥിരത ഉണ്ടാകുന്നു. സങ്കീർത്തനങ്ങൾ 46:10. മിണ്ടാതെയിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. നമ്മൾ മൗനമായിരിക്കുക. അർത്ഥം, ഞാൻ നിയന്ത്രിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട്, പൂർണ്ണമായി നമ്മൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ പ്രതികൂല സന്ദർഭങ്ങളിൽ എല്ലാം തന്നെ യേശു നമ്മുടെ കാര്യങ്ങളെ നിയന്ത്രിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ അത്ഭുതകരമായ സമാധാനം ഉണ്ടാകാനിടയാകും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും തലകളെ വണക്കാം. പരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവേ, നിന്റെ നല്ല വചനത്തെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ വചനത്തിൽ കൂടി ഞങ്ങൾക്ക് അത്ഭുതകരമായ ഒരു വിടുതൽ ഉണ്ടെന്ന്. കർത്താവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വളരെ കാലമായി ബന്ധനത്തിലകപ്പെട്ട അനേകം ആളുകളുണ്ട്. കർത്താവ്, ഈ സമയത്ത് നിന്റെ മുൻപിലേക്ക് സമർപ്പണത്തോടെ വരുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതൽ, അവരുടെ ജീവിതത്തിലെ നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് നീ കൊടുക്കണമേ. കർത്താവേ, അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ അന്ധതകളുണ്ട്. യേശുവേ, നിന്റെ കരുണയുടെ കാഴ്ച നീ കൊടുക്കുമാറാകണമേ. കർത്താവെ, നിന്റെ കരുണ ലഭിക്കുമ്പോൾ, നിന്റെ ദയ ലഭിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് യഥാർത്ഥമായ ആത്മീയ കാഴ്ച ലഭിക്കുവാനിടയാകും, ശക്തി ലഭിക്കാനിടയാകും. കർത്താവെ, അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ജീവിതത്തിൽ അസ്ഥിരമായിട്ടുള്ളതായ വ്യക്തികൾ അവരുടെ കുടുംബത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, ധാർമ്മികപരമായ ജീവിതത്തിൽ, കർത്താവെ, അതുപോലെ നിന്നിൽ ആശ്രയിക്കേണ്ടതായ വിശ്വാസം വേണമെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. അതേ കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പ്രശ്നങ്ങളിൽ നിന്നിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ബുദ്ധിമുട്ടിൽ നീ ഞങ്ങളെ പൂർണ്ണമായി വിടുവിക്കുമെന്ന്. അങ്ങനെ നിന്നിൽ ആഴമായൊരു വിശ്വാസം ജനങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് അവർക്ക് അത്ഭുതകരമായ വിടുതൽ നീ കൊടുക്കുമല്ലോ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ TV മിനിസ്ട്രി വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഡൊനേഷനുകൾ നൽകുക. അതുപോലെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടും നിങ്ങൾക്ക് ഡൊണേഷൻ അയക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നൽകുന്ന ഓൺലൈൻ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. അവയിലേക്കും നിങ്ങളുടെ ഡൊണേഷനുകൾ അയക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ മണി ഓർഡറുകൾ അയക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദയവ് ചെയ്ത് ഈ അഡ്രസ്സ് രേഖപ്പെടുത്തുക. അതിലേക്ക് നിങ്ങൾക്ക് അയക്കുവാൻ കഴിയുന്നതാണ്. അബണ്ടന്റ് ലൈഫ് 1533RT, വിജയനഗർ കോളനി, ഹൈദരാബാദ് 500057, തെലങ്കാന, ഇന്ത്യ. ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.